ഹായ് ഫ്രണ്ട്സ്, സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീട്ടിന് ചുറ്റുപാടുമുള്ള കുറച്ച് ചെടികളെക്കുറിച്ചും നമ്മൾ വളർത്തുന്ന പശുക്കളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് പകർത്തുന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുക്കള ഭാഗത്ത് തന്നെ ഒരു റോസ് കളറുള്ള ഒരു ചാമ്പയുണ്ട് കേട്ടോ. അപ്പം ചാമ്പയുടെ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ മരം നിറച്ച് ഇലകൾ കാണില്ല കേട്ടോ. അത്രയ്ക്കും നിറച്ച് ചാമ്പയാണ്. പക്ഷെ ഒരുപാട് ചാമ്പ ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു മധുരം കുറവാണ്, ഭയങ്കര പുളിയാണ് കേട്ടോ. അപ്പം ഒരുപാട് ഈ വേനൽ മഴ വന്നതുകൊണ്ടാവാം ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ചാമ്പങ്ങ പൊഴിഞ്ഞ് ആ മരത്തിൻ്റെ ചുവട്ടിലും ഒരുപാട് കിടപ്പുണ്ട് കേട്ടോ. അതുപോലെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ കോവലുണ്ട് കേട്ടോ. ഒരുപാട് ഉണങ്ങി നിൽക്കുന്നതായിരുന്നു. ഇപ്പം വേനൽ മഴ വന്നതുകൊണ്ട് എല്ലാം ഒന്ന് തളർത്ത് പച്ചപ്പായിട്ടുണ്ട്. സാധാരണ കോവലെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നീളമുള്ള ടൈപ്പല്ലേ, ഇതൊരു ഉരുണ്ട പ്രകൃതമായിട്ടുള്ളൊരു കോവലാട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള കുരുവിനും നല്ല ഒരുവിധം വലിപ്പമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിക്കേ. ഉണങ്ങിയിരുന്നാണ് ഇപ്പം അത് കയറി വരുന്നത്, ഒരു പച്ചപ്പൊക്കെ ആയിട്ട് കയറി വരുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കാന്താരി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കാന്താരികൾ, പച്ചമുളകുകൾ എല്ലാം ഉണ്ട്. നമുക്ക് നിത്യം ആവശ്യമായിട്ടുള്ള ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റിനും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ, ചെറിയ കാന്താരിയാട്ടോ. അപ്പം നല്ല എരിവുള്ള കാന്താരിയാണ്, പക്ഷെ അത് വലിപ്പത്തിലല്ല കാര്യം, അതിൻ്റെ എരിവിലാണ് കാര്യം എന്ന് പറയണത് പോലെ. അത് ചെറിയ സൈസ് കാന്താരി, പക്ഷെ ഭയങ്കര എരിവാണ്. അതുപോലെ കുറേ റാംബൂട്ടിൻ്റെ നല്ല ഫ്രൂട്ടിൻ്റെ കുറച്ച് ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് ഒന്ന് പ്ലാന്റ് ചെയ്തിട്ടേ ഉള്ളൂ. നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. അതുപോലെ നമ്മുടെ കപ്പയൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് പറിക്കാറൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. പിന്നെ പപ്പായ, ഇടയ്ക്കിടയ്ക്കൊക്കെ പപ്പായ, ചേന, അങ്ങനെ കുറേ കൃഷികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ നമ്മളെ അടുക്കള ഭാഗത്തായതുകൊണ്ട് തന്നെ ആ വീടിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഫാഷൻ ബുട്ടിൻ്റെ ആ ഒരു ചെടി ഇങ്ങനെ പടർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അധികം ഫാഷൻ ബുട്ടൊന്നും ഇല്ല, 1-2 ഒക്കെ അവിടെ കായ്ച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കുറേ മൂത്ത് നിൽക്കുന്ന ഒരു സൈസ് ചെടിയായിട്ടാണ്. കാരണം ഒരുപാട് ഫാഷൻ ബുട്ട് ഉണ്ടാകുന്ന ചെടിയാണ്, പക്ഷെ ഇതിനകത്ത് കായ്ഫലങ്ങൾ ഭയങ്കരമായിട്ട് കുറവാട്ടോ. അവിടെ ഇവിടെ ആയിട്ടൊക്കെ 1-2 ഒക്കെ അതിനകത്ത് കാണാൻ കഴിയുന്നുള്ളൂ. നിങ്ങൾ നോക്കിക്കേ, ഒരു മഞ്ഞ കളറാണ് കേട്ടോ. പക്ഷെ അത് പഴുത്താനും ആ കളർ തന്നെയാണ്. നമ്മൾ സാധാരണ ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെയൊക്കെ തോന്നൂല ചില ഫാഷൻ ബുട്ടിന്, പക്ഷെ ഇതൊക്കെ മഞ്ഞ കളറാണ് കേട്ടോ. അതുപോലെ ഒരു കുറ്റിമുല്ല, വീടിൻ്റെ സൈഡിൽ തന്നെ ഒരു കുറ്റിമുല്ലയുണ്ട്, അടുക്കുമുല്ല എന്ന് പറയും. അതുപോലെ കുറ്റിമുല്ലയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇരുമപ്പുളിയില്ലേ, ഇരുമപ്പുളി നോക്കി, മരം നിറച്ച് നല്ല ഇരുമപ്പുളിയുണ്ട്. നോക്കിക്കേ, മരത്തിൻ്റെ മേല് വരെയുണ്ട്. അപ്പം മഴ പെയ്തിട്ട് അതെല്ലാം കൂടെ പൊഴിഞ്ഞ് ഒരുപാട് ആ മരത്തിൻ്റെ സൈഡിലൊക്കെ ചീഞ്ഞ് ഒരുപാട് കിടപ്പുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഇരുമപ്പുളി അച്ചാർ വെക്കാറുണ്ട്, അതിൻ്റെ കൂടെ മാങ്ങാച്ചിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇരുമപ്പുളി അച്ചാർ വെക്കാറുണ്ട്. എന്തായാലും ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കട്ടെ, പുളിയുണ്ടോ എന്ന് നോക്കട്ടെ. അപ്പം ഞാൻ കടിച്ച് നോക്കി തിന്നാന്ന് വെച്ചപ്പോൾ ഉണ്ടല്ലോ, നല്ല പുളിയാണ് കേട്ടോ, നല്ല പുളിയാണ്. അപ്പം എന്തായാലും അച്ചാർ വെക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ തൊഴുത്തിൽ കുറേ പശുക്കളുണ്ട്, 3 പശുക്കളും അതിനുള്ള ഒരു 3 കുട്ടികളുമാണ്. അപ്പം ഈയിടെയായിട്ട് ഒരു കുട്ടിയെയും അതുപോലെ തന്നെ ഒരു തള്ളപ്പശുവിനെയും കൂടെ വിറ്റിരുന്നു കേട്ടോ. ഇതെല്ലാത്തിനെയും കൂടെ നോക്കാനായിട്ട് ആരെ കൊണ്ട് പറ്റും? ഇതുങ്ങളെ ഇപ്പം കെട്ടിയിട്ട് വളർത്തുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് രാവിലെ പോയി പുല്ലൊക്കെ ഒന്ന് ചെത്തിപ്പറക്കി കൊടുക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് പിന്നെ 2 എണ്ണത്തിനെ നമ്മൾ വിറ്റു കേട്ടോ. ഇതിപ്പം നമ്മുടെ അമ്മക്കുട്ടിയും കില്ലിക്കുട്ടിയാണ്, 2 പേര്. ആ പേര് എന്താ ബ്ലാക്കിന് ഇട്ടേക്കുന്നത്, കില്ലിക്കുട്ടിന്ന് പേരിട്ടേക്കുന്നത് എന്താന്ന് വെച്ചാൽ അത് മഹാവിസൃതിയും കുസൃതിയും ഒക്കെ ചേർന്ന ഒരു ഗ്രാവാണ്. അതുകൊണ്ടാണ് കില്ലാടി എന്നുള്ളതിന് കില്ലിക്കുട്ടിന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പശുക്കളെയൊക്കെ കണ്ടില്ലേ, നോക്കിക്കേ, സമയത്തിന് തീറ്റയും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ ഒരു അനക്കം ഉണ്ടാവില്ല. ചില പശുക്കളൊക്കെ ആണെങ്കിൽ ഭയങ്കര കാർച്ചയൊക്കെ ആയിരിക്കില്ല, ഇതൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഈ പ്ലാവിനെ കുറിച്ച് എൻ്റെ വീഡിയോസ് കണ്ടവരാരും ഇത് മറന്നിട്ടുണ്ടാവില്ല. കാരണം ചക്കിയിടാനായിട്ട് പ്ലാവിൻ്റെ മണ്ടേ വലിഞ്ഞു കയറിയ വീഡിയോസ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം മീന് വരെ ഫുള്ള് ചക്കയാട്ടോ. നോക്കിക്കേ, ഒരുപാട് ചക്കയുണ്ട്. പക്ഷെ ഇത് നല്ല വലിയ വലിയ ചോളയെന്ന് പറയുന്നതാണല്ലോ, മഞ്ഞ കളറിലെ വലിയ വലിയ ചുളകളാണ്. എന്താണെന്നറിയാവോ ഈ പ്ലാവിലുണ്ടാകുന്ന ചക്ക കഴിക്കാനായിട്ട്? കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. നമുക്ക് താഴേന്ന് തന്നെ അത് എന്താ പറയുക, ചക്ക ഇടാൻ പറ്റുന്ന സൗകര്യത്തിലാണ് ചക്ക ഉണ്ടായി കിടക്കുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയുന്നേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നോക്കിക്കേ. അപ്പം അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ കാണിച്ചതിന് തെച്ചിപ്പൂ, കാട്ടു തെച്ചിപ്പൂവാണ് കേട്ടോ. നാടൻ, ശരിക്കും പറഞ്ഞാൽ നാടൻ തെച്ചിപ്പൂ, അതിനൊക്കെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഈ നമ്മുടെ ആയുർവേദപരമായിട്ട് അറിയാവുന്നവർക്ക് ഒരുപാട് അറിയാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ അഗസ്ത്യചീര എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ വേറെ ഒരു പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ബക്കറ്റിൽ കുറേ മണ്ണൊക്കെ നിറച്ചിട്ട് ഒന്ന് നട്ടേക്കുക. ശരിക്കും പറഞ്ഞ ഒരു കരിയാപ്പിലയുടെയൊക്കെ അല്ലെങ്കിൽ ഒരു മുരിങ്ങയിലയൊക്കെ ആണ് തോന്നും കണ്ടു കഴിഞ്ഞാൽ. അതിന് ഒരു ചരിത്രം തന്നെയുണ്ട് ഈ അഗസ്ത്യചീരയെ കുറിച്ച് പറയാനായിട്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാട്ടോ. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വരുന്നത് വരെ നിങ്ങളെ സ്വന്തം ബിനു. ബൈ ബൈ. ഓക്കെ, സി യു.